Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 76. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. കൊറ്റങ്കാവിൽ ഭഗവതിയുടെ മുടിയേറ്റിന്റെ ദിവസമായിരുന്നു അന്ന്. നാട് മുഴുവൻ ഭക്തിയുടെയും ആവേശത്തിന്റെയും കൊടുമുടിയിൽ നിൽക്കുന്ന സമയം. രാവിലെ തന്നെ അമ്പലത്തിൽ പോയി തൊഴുതു മടങ്ങുകയായിരുന്നു ദേവനും ഗൗരിയും. കല്ലാട്ടു തറവാടിന്റെ പടിപ്പുര കടന്ന് മുറ്റത്തേക്ക് കയറിയതും അവർക്ക് പിന്നാലെ 2 പോലീസ് ജീപ്പുകൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി വന്നു. പുതിയ സർക്കിൾ ഇൻസ്പെക്ടർ ബ്രഹ്മദത്തനും ഡിവൈഎസ്പി രഞ്ജനും പിന്നെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ച ആ പഴയ ASI വർഗീസും അടങ്ങുന്ന വലിയൊരു പോലീസ് സംഘം ആ ജീപ്പുകളിൽ നിന്നും പുറത്തേക്കിറങ്ങി. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നതുകൊണ്ട് ദേവന്റെയും ഗൗരിയുടെയും മുഖത്ത് യാതൊരു പരിഭ്രമവും ഉണ്ടായിരുന്നില്ല. വിഷൻ വഴി ഈ തിരക്കഥയുടെ എല്ലാ വിവരങ്ങളും അവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അവരെ കണ്ടതും ബ്രഹ്മദത്തന്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു. ഡിവൈഎസ്പി രഞ്ജൻ മുന്നോട്ട് വന്ന് ഗൗരിയുടെ പേരിലുള്ള അറസ്റ്റ് വാറണ്ട് ദേവന്റെ നേർക്ക് നീട്ടി. ഇപ്പോൾ പന്ത് സദാനന്ദന്റെ കോർട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ സദാനന്ദനോടൊപ്പം നിൽക്കുന്നു എന്ന ഭാവമായിരുന്നു അയാളുടെ മുഖത്ത്. സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ആ അറസ്റ്റ് വാറണ്ടിൽ. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ദേവൻ ആ വാറന്റ് വായിച്ചു നോക്കി. എന്നിട്ടെല്ലാം മനസ്സിലായെന്ന മട്ടിൽ ഗൗരിയെ കൂടി നോക്കി ഒന്ന് തലകുലുക്കി. അതൊരു ഗ്രീൻ സിഗ്നൽ പോലെയായിരുന്നു. ഡിവൈഎസ്പി രഞ്ജൻ ഒപ്പമുണ്ടായിരുന്ന വനിതാ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. അവർ ഗൗരിയുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ കൈകളിൽ വിലങ്ങണിയിച്ചു. വിലങ്ങു വീണ ആ നിമിഷത്തിലും ഗൗരിയുടെ മുഖത്ത് ഭയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. പകരം സദാനന്ദന്റെയും കൂട്ടരുടെയും നാടകങ്ങളെ പുച്ഛിക്കുന്ന തരത്തിലുള്ള നേർത്തൊരു പുഞ്ചിരി മാത്രം അവിടെ തങ്ങി നിന്നു. അതേസമയം തന്നെ രഞ്ജൻ തന്റെ കയ്യിലുള്ള മറ്റൊരു ഫയൽ തുറന്ന് ദേവന്റെ സസ്പെൻഷൻ ഓർഡർ അവന്റെ കയ്യിലേക്ക് നൽകി. സജീവന്റെ കൊലപാതക കേസ് അന്വേഷിക്കുന്നതിൽ വീഴ്ച വരുത്തി കൊലപാതകയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നതാ ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അധികാരികൾക്കൊപ്പം സദാ നിൽക്കുന്ന രഞ്ജൻ സദാനന്ദന്റെ തിരക്കഥ അതേപടി അവിടെ വായിച്ചു. ഇതെല്ലാം കണ്ട് മുഖം നിറയെ ഗർവമായി നിൽക്കുകയായിരുന്നു ASI വർഗീസ്. പഴയ സസ്പെൻഷന്റെ വക അയാളുടെ കണ്ണുകളിൽ എരിയുന്നുണ്ടായിരുന്നു. എന്താ SHO സാറേ, കല്ലാട്ടെ തറവാട്ടുകാർക്ക് നിയമം ബാധകമല്ലെന്നാണോ കരുതിയത്? ഈ കാക്കി യൂണിഫോമിൽ വലിയ അഹന്തയായിരുന്നല്ലോ സാറിന്. എന്നിട്ടിപ്പോ സ്വന്തം ഭാര്യ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ നോക്കി നിൽക്കാൻ മാത്രമല്ലേ സാറിന് കഴിയൂ? ഉച്ചത്തോടെ വർഗീസ് ഒന്ന് ചിരിച്ചു. എന്നാൽ ഈ പരിഹാസങ്ങൾക്കൊന്നും മറുപടി പറയാൻ ദേവൻ നിന്നില്ല. എന്ന് മാത്രമല്ല, അവൻ വർഗീസിനെ ശ്രദ്ധിച്ചതുപോലുമില്ല. പകരം നീതിയുടെ കാവലാളായി അഭിനയിക്കുന്ന ബ്രഹ്മദത്തനെ അവൻ രൂക്ഷമായി നോക്കി. എനിക്കറിയാം ദേവാ നിന്റെ മനസ്സിലെന്താണെന്ന്. ബ്രഹ്മദത്തൻ മുന്നോട്ട് വന്നു. ഇരുനിറത്തിൽ ഏകദേശം 6 അടിയോളം പൊക്കമുള്ള അയാൾ ദേവന്റെ മുന്നിൽ വിരിഞ്ഞു നിന്നു. മന്ത്രി വിശ്വനാഥനൊപ്പമുണ്ടായിരുന്ന കാലമൊക്കെ കഴിഞ്ഞു ദേവാ. ഞാൻ ബ്രഹ്മദത്തനാ. അധികാരമുള്ളവരുടെ മുന്നിൽ പോലും മുട്ടുമടക്കാത്തവൻ. തെറ്റാര് ചെയ്താലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതാ എന്റെ ഡ്യൂട്ടി. അയാളുടെ ആദർശം പറച്ചില് കേട്ട് ദേവനും ഗൗരിക്കും ചിരി വന്നു. അഴിമതിയുടെയും കള്ളത്തരത്തിന്റെയും മുഖംമൂടി വെച്ചുകൊണ്ട് അവൻ പറയുന്ന വാക്കുകൾ അവർ വെറും പുച്ഛത്തോടെയാണ് കേട്ടുതന്നത്. അതിനിടയിൽ പുറത്തെ ബഹളമൊക്കെ കേട്ട് വീട്ടിനുള്ളിൽ നിന്നും വിലാസിനിയമ്മ അങ്ങോട്ടേക്ക് ഓടി വന്നു. മുറ്റത്തെ കാഴ്ച കണ്ട് അവരക്ഷരാർത്ഥത്തിൽ തരിച്ചുപോയി. സ്വന്തം മരുമകളുടെ കൈകളിൽ വിലങ്ങ് വെച്ചിരിക്കുന്നു. എന്റെ ഭഗവതി, ഇതെന്തോന്നായി കാണുന്നേ? ദേവാ, എന്താടാ ഇതൊക്കെ? എന്റെ കുട്ടി എന്ത് ചെയ്തിട്ടാ ഈ പോലീസുകാർ അവളെ പിടിച്ചു കൊണ്ടുപോകുന്നേ? വിലാസിനിയമ്മ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ദേവൻ വേഗത്തിൽ ഓടിച്ചെന്ന് അമ്മയെ ചേർത്തങ്ങ് പിടിച്ചു. അമ്മേ, സമാധാനിക്ക്. ഇതൊന്നും സത്യമല്ല. ഇതൊക്കെ ആ സദാനന്ദന്റെ ചില കളികളാ. ഗൗരിക്ക് ഒന്നും സംഭവിക്കില്ല, അമ്മ കരയാതിരിക്കെ. അവൻ അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ പോയിട്ട് വരാമേ, അമ്മ പേടിക്കണ്ട. ഗൗരി ചിരിച്ചുകൊണ്ട് വിലാസിനിയമ്മയെ നോക്കി പറഞ്ഞു. ഒരു വശത്ത് വിലാസിനിയമ്മയുടെ നിലവിളി, മറുവശത്ത് ഭക്തിസാന്ദ്രമായ ഉത്സവത്തിന്റെ ചെണ്ടമേളങ്ങൾ ദൂരെ നിന്നും ഒഴുകിയെത്തുന്നു. നിയമവും സത്യവും നോക്കുകുത്തികളായി നിൽക്കുമ്പോൾ പോലീസുകാർ ഗൗരിയെ ജീപ്പിലേക്ക് കയറ്റി. ബ്രഹ്മദത്തനും വർഗീസും വിജയശ്രീ ലാളിതരായി ജീപ്പിൽ കയറിയിരുന്നതോടെ വാഹനങ്ങൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പാഞ്ഞു. ജീപ്പുകൾ കണ്ണിൽ നിന്നും മറയുന്നതുവരെ ദേവൻ ആ നിൽപ്പ് അവിടെ തന്നെ നിന്നു. അവൻ ചുണ്ടിൽ സൂക്ഷിച്ചിരുന്ന ചിരി പതിയെ മാഞ്ഞു തുടങ്ങി. ആ സ്ഥാനത്ത് പകയുടെയും ദേഷ്യത്തിന്റെയും കനലുകൾ അവന്റെ കണ്ണുകളിൽ ആളിക്കത്തി. അതോടൊപ്പം അവന്റെ നാഡീ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ആ സമയം അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചിരുന്നത് പോലെ കല്ലാട്ടു തറവാടിന്റെ പടിപ്പുര കടന്ന് ഒരു സംഘം ആളുകൾ അങ്ങോട്ടേക്ക് കയറി വന്നു. ഗൗരി അറസ്റ്റ് ചെയ്ത പോലീസ് ജീപ്പുകൾ പോകുന്നത് നോക്കി ആര്യകത്തെ വീട്ടിൽ നിൽക്കുകയായിരുന്ന അനന്തനും വൈശാഖിയും
ഒപ്പം വിശ്വനോടും ദേവനോടും ഏറ്റവും കൂറുള്ള പാർട്ടിക്കാരായ പ്രദീപും സുധീഷുമായിരുന്നു അത്. ഗൗരിയെ കൊണ്ടുപോയത് ഏത് നരകത്തിലേക്കാണെങ്കിലും അവളെ സുരക്ഷിതയായി തിരികെ കൊണ്ടുവരാനുള്ള ദേവന്റെയും അനന്തന്റെയും വിശ്വന്റെയും പ്ലാനിന്റെ തുടക്കമായിരുന്നു അത്. പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രധാന റോഡിൽ നിന്നും മാറി കാടിനോട് ചേർന്നുള്ള വിജനമായ മൺപാതയിലൂടെ ജീപ്പുകൾ തിരിഞ്ഞപ്പോഴും ഗൗരിയുടെ മുഖത്ത് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ചുറ്റും ഇരുണ്ട മരങ്ങളും കാടുപിടിച്ച പ്രദേശവും മാത്രമുള്ള വഴി ചെന്നവസാനിക്കുന്നത് സദാനന്ദന്റെ പഴയ ഗോഡൌണിന് മുന്നിലാണ്. വലിയ ഇരുമ്പ് ഗേറ്റുള്ള ആ ഗോഡൌണിന് മുന്നിൽ പോലീസ് വണ്ടികൾ വന്നു നിന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ഡിവൈഎസ്പി രഞ്ജൻ ഒരൽപ്പം അസ്വസ്ഥതയോടെ ബ്രഹ്മദത്തിന് നേരെ തിരിഞ്ഞു. സദാനന്ദൻ സാറ് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ ഈ ഒരു അറസ്റ്റിന് കൂട്ടുനിന്നത് ബ്രഹ്മദത്തൻ. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ എനിക്ക് പറ്റില്ല. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളതെന്നാ സദാനന്ദൻ സാർ എന്നോട് പറഞ്ഞത്. രഞ്ജന്റെ സ്വരത്തിൽ ഭയവും ഒഴിഞ്ഞുമാറാനുള്ള വെപ്രാളവും ഉണ്ടായിരുന്നു. അതിന് മറുപടിയായി ബ്രഹ്മദത്തൻ പരിഹാസത്തോടൊന്ന് ചിരിച്ചു. സാറ് ധൈര്യമായിട്ട് പോയിക്കോളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇതിന്റെ പേരിൽ സാറിന് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. സദാനന്ദൻ സാറിന്റെ ആഗ്രഹപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ ഗൗരി സമ്മതിക്കുകയെന്നേ ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മൾ ഇവിടെ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ? രഞ്ജൻ സംശയത്തോടെ ചോദിച്ചു. അത് കേട്ട് വല്ലാത്തൊരു ക്രൗര്യം നിറഞ്ഞ ഭാവത്തിൽ ബ്രഹ്മദത്തൻ തന്റെ മീശ ഒന്ന് തടവി. അതല്ലെങ്കിൽ അവളെ കൊണ്ട് അത് സമ്മതിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാറ് പോയട്ടെ. ഒരിക്കൽ കൂടി ആ പഴയ ഗോഡൌണിലേക്കും ഗൗരിയെ നോക്കിയിട്ട് രഞ്ജൻ തന്റെ ജീപ്പിലേക്ക് കയറി. ജീപ്പ് പൊടി ഉയർത്തി അവിടെ നിന്നും പാഞ്ഞുപോയി. അയാളുടെ വാഹനം കണ്ണിൽ നിന്നും മറഞ്ഞതോടെ ബ്രഹ്മദത്തിന്റെ നേതൃത്വത്തിൽ പോലീസുകാർ ഗൗരിയെയും കൊണ്ട് ആ വലിയ ഇരുമ്പ് ഗേറ്റ് തുറന്ന് ഗോഡൌണിനകത്തേക്ക് കയറി. ആ ഗോഡൌണിനകത്ത് വെളിച്ചം കുറവായിരുന്നു. ഒടിപിടിച്ച പഴയ കസേരകളും മേശകളും അവിടെ അലക്ഷ്യമായി കിടപ്പുണ്ടായിരുന്നു. നടുവിലുള്ള ഒരു മരക്കസേരയിലേക്ക് ഗൗരിയെ ഇരുത്തിയിട്ട് ബ്രഹ്മദത്തൻ കൂടെയുള്ള വനിതാ പോലീസുകാരോട് പറഞ്ഞു, ഇവളുടെ വിലങ്ങം കഴിച്ചേക്ക്. വിലങ്ങഴിച്ച ഉടനെ തന്റെ കൈക്കുഴ തടവിക്കൊണ്ട് ഗൗരി ആ പോലീസുകാരെ നോക്കി ശാന്തതയോടെ ഇരുന്നു. ബ്രഹ്മദത്തനും ASI വർഗീസും അവൾക്ക് മുന്നിലായി കസേരകൾ വലിച്ചിട്ടിരുന്നു. സജീവനെ കൊന്ന രാത്രിയിൽ നീ ആ കാവിലുണ്ടായിരുന്നു അല്ലേ? ASI വർഗീസ് ചോദിച്ചു തുടങ്ങി. സജീവന്റെ കൊലപാതകം മുഴുവനായും ഗൗരിയുടെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിലായിരുന്നു തുടർന്ന് അങ്ങോട്ട് അവരുടെ ഓരോ ചോദ്യവും. സജീവനെ അന്ന് രാത്രി കാവിലേക്ക് വിളിച്ചു വരുത്തിയത് ഗൗരിയാണെന്നും ദേവന്റെ സഹായത്തോടെ സജീവനെ കൊലപ്പെടുത്തിയത് അവളാണെന്നും വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ അവരുടെ കുരുക്കുകൾ നിറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം യാതൊരു പതർച്ചയുമില്ലാതെ വളരെ വ്യക്തമായ മറുപടികളാണ് ഗൗരി നൽകിയത്. അവളുടെ ആത്മവിശ്വാസം കണ്ടതോടെ ബ്രഹ്മദത്തന്റെ ചോദ്യത്തിന്റെ ഭാവം തന്നെ മാറി. ഈ ചോദ്യങ്ങളെല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമാണെന്ന് നിനക്കറിയാമല്ലോ അല്ലേ ഗൗരി? ബ്രഹ്മദത്തൻ ഒരല്പം ശബ്ദം താഴ്ത്തി ചോദിച്ചു. അറിയാമെന്ന രീതിയിൽ ഗൗരി പതുക്കെ തലകുലുക്കി. എങ്കിൽ പിന്നെ എന്തിനാ വെറുതെ വീണ്ടും ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കാൻ പോകുന്നേ? സദാനന്ദൻ സാർ ആഗ്രഹിക്കുന്ന ആ രത്നം കാവിൽ നിന്നും എടുത്തു കൊടുക്കുന്നതല്ലേ നിനക്കും നിന്റെ ഭർത്താവിനും നല്ലത്? ASI വർഗീസ് തന്റെ യഥാർത്ഥ ഉദ്ദേശം പുറത്തെടുത്തു. അങ്ങനെ ചെയ്താൽ പിന്നെ നിനക്കോ ദേവനോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ദേവന്റെ സസ്പെൻഷൻ ഞങ്ങൾ പിൻവലിക്കുകയും ചെയ്യും. ബ്രഹ്മദത്തൻ വാഗ്ദാനം നൽകി. ഗൗരി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് ബ്രഹ്മദത്തൻ എഴുന്നേറ്റു. ഇപ്പോൾ പെട്ടെന്ന് മറുപടി പറയണമെന്നില്ല. വൈകുന്നേരം വരെ സമയമുണ്ട് മാഡം, ഇരുന്ന് സാവധാനം ആലോചിക്ക്. അയാളത് പറഞ്ഞു നിർത്തുമ്പോൾ ഗൗരി പതുക്കെ തന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം സാറേ, അവൾ പതുക്കെ പറഞ്ഞു. അവളുടെ മുഖത്ത് ചെറിയൊരു ഭയം അപ്പോൾ അവർ കണ്ടു. അവളുടെ ആ മറുപടി കേട്ടതും ബ്രഹ്മദത്തിന്റെയും ASI വർഗീസിന്റെയും മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ഇത്ര വേഗം അവൾ വഴങ്ങുമെന്ന് അവർ കരുതിയിരുന്നില്ല. വിചാരിച്ചതുപോലെയുള്ള കഷ്ടപ്പാടുകളോ ശാരീരിക ഉപദ്രവങ്ങളോ ഒന്നും വേണ്ടി വന്നില്ലല്ലോ എന്ന ആശ്വാസമായിരുന്നു അവർക്കും. ബ്രഹ്മദത്തൻ വിജയശ്രീ ലാഡിനെ പോലെ വനിതാ പോലീസുകാരെ അരികിലേക്ക് വിളിച്ചു. മാഡത്തിന് കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും എന്താണെന്ന് വെച്ചാൽ ചോദിച്ചു വാങ്ങിക്കൊടുക്കണം. പോലീസുകാരെ ഏൽപ്പിച്ചിട്ട് വർഗീസിനെയും വിളിച്ചുകൊണ്ട് ബ്രഹ്മദത്തൻ ഗൗരിയെ സൂക്ഷിച്ചിരുന്ന മുറിയുടെ പുറത്തേക്ക് നടന്നു. ആ മുറിയുടെ വാതിൽ ശബ്ദത്തോടെ പുറത്തുനിന്നും അടയുന്നത് ഗൗരി കേട്ടു. ആ ശബ്ദം നിലച്ചതും അവളുടെ മുഖത്തെ ഭയം മാറി അവിടെ അർത്ഥവത്തായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കൊറ്റങ്കാവിലെ ആ രാത്രിക്ക് അന്ന് പതിവില്ലാത്തൊരു വന്യതയുണ്ടായിരുന്നു. കുന്നുമേൽ മഹാദേവ ക്ഷേത്രത്തിലേക്ക് മുടിയേറ്റിന് മുന്നോടിയായി പുറപ്പെടുന്ന താലപ്പൊലിയുടെ ചെണ്ടമേളങ്ങൾ ഇളം കാറ്റിലൂടെ ഒഴുകിയെത്തുന്നുണ്ട്. ഭക്തിയുടെയും ആവേശത്തിന്റെയും കൊടുമുടിയിലാണ് നാട് മുഴുവൻ. ഗ്രാമവാസികളെല്ലാം അമ്പലമുറ്റത്ത് മുടിയേറ്റ് കാണാനുള്ള തിരക്കിലായിരുന്നു.
വഴിയോരങ്ങളിലെ വർണ്ണവിളക്കുകളും ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങളും ആ രാത്രിയെ പകലാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ആൾക്കൂട്ടത്തിൽ നിന്നെല്ലാം മാറി ആനച്ചോലയ്ക്ക് സമീപമുള്ള ഒരു പഴയ ഒഴിഞ്ഞുകിടക്കുന്ന വീട്ടിൽ മറ്റൊരു മുടിയേറ്റിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്കെന്ന വ്യാജേന ബ്രഹ്മദത്തനെ അറസ്റ്റ് ചെയ്ത് സദാനന്ദന്റെ രഹസ്യ ഗോഡൌണിലേക്ക് മാറ്റിയ ഗൗരിയെ മോചിപ്പിക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലായിരുന്നു അവർ. ആ വീടിന്റെ ഹാളിൽ ദേവനും വിശ്വനും അനന്തനും സുധീഷും പ്രദീപും ക്രിസ്റ്റിയുമുണ്ട്. ഒപ്പം മുൻകാല ശത്രുതകളെല്ലാം മറന്ന് ഗൗരിയുടെ രക്ഷയ്ക്കായി അരുണും വിഷ്ണുവും കൂടി അവർക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കാട്ടിൽ വെച്ച് കണ്ട ശ്രീജിത്തിന്റെയും കൂട്ടരുടെയും വേഷവിധാനങ്ങളെ ഓർമ്മിപ്പിക്കും വിധമുള്ള വസ്ത്രങ്ങളായിരുന്നു ദേവന്റെ നിർദ്ദേശപ്രകാരം അവരെല്ലാം ധരിച്ചിരുന്നത്. ഒലീവ് പച്ചയും കറുപ്പും കലർന്ന വസ്ത്രങ്ങളും മുഖം മറക്കാനുള്ള കറുത്ത തുണികളും. കണ്ടാൽ ഏതോ സായുധ നക്സൽ സംഘത്തിന്റെ അംഗങ്ങളാണെന്നേ തോന്നൂ. ഇരുട്ടിന്റെ മറവിൽ ശത്രുക്കളെ വീഴ്ത്താനുള്ള ഏറ്റവും മികച്ച വേഷം. ആയുധങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കുന്നതിനിടയിൽ വിശ്വൻ ദേവനെ നോക്കി ചോദിച്ചു, കല്ലാട്ട് വീട്ടിൽ നിന്നും പോലീസ് ഗൗരി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയതിന്റെ സങ്കടത്തിലായിരിക്കുമല്ലേ വിലാസിനി അമ്മ? അമ്മ അവിടെ ഇപ്പോൾ ഒറ്റയ്ക്കാണോ ദേവാ? ഏയ് അല്ല വിശ്വ, അമ്മയ്ക്ക് കൂട്ടായിട്ട് നീലിമയും അവളുടെ ഭർത്താവ് ശ്രീജനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അവർ വന്നത്. തന്റെ യൂണിഫോമിന് പകരമുള്ള കറുത്ത ജാക്കറ്റിന്റെ സിപ്പ് വലിച്ചിട്ടുകൊണ്ട് ദേവൻ മറുപടി നൽകി. അതുകൂടാതെ വൈശാഖിയും അവിടെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് അമ്മയെ കുറിച്ചോർത്ത് നമ്മൾ പേടിക്കണ്ട. അനന്തനും അതിനോട് കൂട്ടിച്ചേർത്തു. തോക്കിലേക്ക് തിരകൾ നിറയ്ക്കുന്നതിനിടയിൽ ക്രിസ്റ്റി എല്ലാവരെയും നോക്കി ആകാംക്ഷയോടെ ചോദിച്ചു, അല്ല ദേവേട്ട, ഗൗരി ആ ഗോഡൌണിൽ നിന്നും മോചിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മുടെ അടുത്ത പരിപാടി? അത് കേട്ട് ദേവന്റെ ചുണ്ടിൽ വല്ലാത്തൊരു ക്രൗര്യം നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ അപ്പോൾ കനലെരിയുന്നുണ്ടായിരുന്നു. നാളെ കൊറ്റങ്കാവുകാർ ഉണരുമ്പോ പത്രത്തിൽ വലിയൊരു വാർത്തയുണ്ടാകും ക്രിസ്റ്റി. അന്ന് കാട്ടിൽ നിന്നും പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട ആ സായുധ സംഘം കൊറ്റങ്കാവിലെത്തി സദാനന്ദനെയും കൂട്ടരെയും വകവരുത്തി എന്നൊരു വാർത്ത. ദേവന്റെ ആ മറുപടി കേട്ടപ്പോ എല്ലാവരിലും ഒരു ആവേശം നിറഞ്ഞു. നിയമം കൊണ്ട് നേരിടാൻ കഴിയാത്തവരെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ നേരിടാൻ ദേവൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. എന്താ ക്രിസ്റ്റി, നിനക്ക് പേടിയുണ്ടോ? അനന്തനൊരു ചിരിയോടെ ചോദിച്ചു. യാതൊരു ഭയവുമില്ല എന്ന മട്ടിൽ ഒരു ചെറു ചിരിയോടെ ക്രിസ്റ്റി തന്റെ കയ്യിലിരുന്ന കറുത്ത മാസ്ക് എടുത്ത് മുഖത്തേക്ക് കയറ്റിവെച്ചു. ഇതിപ്പോ നമ്മുടെ ഇടിക്കട്ട സഭാം കൂടി കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ സംഗതി ഒന്നുകൂടി കളറായനല്ലേ? മുഖംമൂടി ധരിക്കുന്നതിനിടയിൽ പ്രദീപ ഒരു ചിരിയോടെ ചോദിച്ചു. ഇച്ഛായി നിന്ന് അത്യാവശ്യമായിട്ട് എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ കാര്യം നേരത്തെ ഏറ്റുപോരുന്നതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ പുള്ളി ഉറപ്പായും ഈ ഓപ്പറേഷനിൽ നമ്മുടെ കൂടെ ഉണ്ടായാനെ. സാരമില്ല ക്രിസ്റ്റി, ഇതിപ്പോ നമ്മൾ തന്നെ ധാരാളം. ദേവൻ അവനെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു. പുറത്തുനിന്നും കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന താലപ്പൊലിയുടെ ചെണ്ടമേളത്തിന്റെ ശബ്ദം പതിയെ മങ്ങാൻ തുടങ്ങി. താലപ്പൊലി ക്ഷേത്രമുറ്റത്തു നിന്നും കുന്നുമേൽ ക്ഷേത്രത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനയായിരുന്നു അത്. കാതുകൾ കൂർപ്പിച്ച് ആ ശബ്ദം കേട്ടുനിന്ന ദേവൻ എല്ലാവർക്കും നിർദ്ദേശം നൽകി. താലപ്പൊലി അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞു, ഇനി വൈകണ്ട, നമുക്ക് ഇറങ്ങിയാലോ? സമ്മതമെന്നോണം എല്ലാവരും ഒരേ മനസ്സോടെ തലകുലുക്കി. ബ്രഹ്മദത്തിന് പകരം ആര്യകത്തെ കാവിലേക്ക് ഗൗരിയെ കൊണ്ടുപോകുന്നത് നമ്മളായിരിക്കണം. അതും പറഞ്ഞിട്ട് ദേവൻ കറുത്ത മുഖംമൂടി മുഖത്തേക്ക് വലിച്ചിട്ടു. ആരുടെയും കണ്ണുകളിൽ ഭയമില്ലായിരുന്നു, മറിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവളെ തിരികെ കൊണ്ടുവരാനുള്ള വാശി മാത്രമായിരുന്നു. ഇരുട്ടിന്റെ മറപറ്റി ആരും കാണാതെ ആ മുഖംമൂടി സംഘം ആ വീടിന്റെ പുല്ലുവളർന്നു കിടക്കുന്ന പറമ്പിൽ ഒതുക്കിയിട്ടിരുന്ന പഴയ 2 കാറുകളിലേക്ക് കയറി. അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ സ്റ്റാർട്ടായ കാറുകൾ ഉത്സവലഹരിയിൽ അമർന്ന കൊറ്റങ്കാവിന്റെ വിജനമായ വഴികളിലൂടെ സദാനന്ദന്റെ ആ പഴയ ഗോഡൌൺ ലക്ഷ്യമാക്കി വേട്ടമൃഗങ്ങളെ പോലെ കുതിച്ചുപാഞ്ഞു. തുടരും. കഥയുടെ അടുത്ത ഭാഗം ഞായറാഴ്ച തന്നെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് റിവ്യൂ എഴുതാമോ? 10 പേരെങ്കിലും റിവ്യൂ ഇടുകയാണെങ്കിൽ അടുത്ത ഭാഗം നമുക്ക് ഞായറാഴ്ച തന്നെ ഇടാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച. പ്രിയ പ്രണയിനി, അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.